ഹായ്, ഞാൻ രേഷ്മ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ആണ്. ഇതിൻ്റെ അകത്ത് ഹെഡ്സ് ഓഫ് ഇൻകം എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യാം, അതുപോലെ തന്നെ ഡിപ്രിസിയേഷൻ, പിന്നെ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം, അവസാനം ടോട്ടൽ ഇൻകം എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഇൻട്രൊഡക്ഷൻ പോലെ, ചാപ്റ്റർ 1ൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്താണ് ടോട്ടൽ ഇൻകം, ഹെഡ്സ് ഓഫ് ഇൻകം എന്താണ്. പല ടൈപ്പ് ഓഫ് ഹെഡ്സ് ഓഫ് ഇൻകംസ് ഉണ്ട്. അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകം ആണ് നമുക്കുള്ളത്. ആദ്യം എന്ന് പറയുന്നത് ഇൻകം ഫ്രം സാലറീസ്, സെക്കൻഡ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, തേർഡ് ഇൻകം ഫ്രം പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്. പിന്നെ ഈ 5 ടോപ്പിക്സാണ് നമുക്ക് ഹെഡ്സ് ഓഫ് ഇൻകം എന്ന് പറഞ്ഞുള്ളത്. അപ്പം ഒരു വ്യക്തിക്ക് പല ഹെഡ്സിൽ നിന്ന് ഇൻകം വരാറുണ്ട്. ഇപ്പം നമ്മളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു കമ്പനിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് മാത്രമായിരിക്കും സാലറി കിട്ടുന്നത്. പക്ഷേ പല വ്യക്തികളുണ്ട്, അവർക്ക് സാലറി കിട്ടും, അതുപോലെ തന്നെ എവിടെയെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം വരുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ എന്തെങ്കിലും ബിസിനസ്സോ പ്രൊഫഷനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുവാണെങ്കിൽ അതും ഇതിൽ വരും, ടോട്ടൽ ഇൻകത്തിൻ്റെ അകത്ത് വരും. അതുപോലെ എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ്സിൽ നിന്ന് കിട്ടുന്ന ഇൻകം, അതുപോലെ ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ്, നമുക്ക് എന്തെങ്കിലും ഷെയർസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇൻകം ആയിട്ട് കിട്ടുന്നതെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ അകത്താണ് വരുന്നത്. അപ്പം നമ്മൾ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഇത്രയും ഏതൊക്കെ ഇങ്ങനെയുള്ള ഇൻകം ഒക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്നുള്ള എല്ലാം ടോട്ടൽ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും ഡിഡക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ അതും കുറച്ചിട്ടായിരിക്കും നമ്മൾ ആ കിട്ടുന്നതാണ് ടാക്സബിൾ ഇൻകം എന്ന് പറയുന്നത്. അതിൽ നിന്നായിരിക്കും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഓരോ ഹെഡും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇൻകം ഫ്രം സാലറീസ് എത്രയാണ് നമുക്ക് എമൗണ്ട് കിട്ടിയിരിക്കുന്നത്, അതുപോലെ ഹൗസ് പ്രോപ്പർട്ടിയിൽ നിന്ന് എനിക്ക് എത്ര ഇൻകം കിട്ടി, ഇത് ഇത്രയും കൂടെ ടോട്ടൽ ചെയ്ത് കണ്ടുപിടിക്കണം. അതിനാദ്യം നമ്മൾ അറിയേണ്ടത് ഈ ഓരോ ഹെഡ് ഓഫ് ഇൻകം നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിരിക്കും നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രിസിയേഷനും അതുപോലെ ഇൻകം ഫ്രം ബിസിനസ്സുമാണ് നമ്മളിവിടെ കവർ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷനും ഇൻകം ഫ്രം ബിസിനസ്സും ആയിരിക്കും. അപ്പം ഡിപ്രിസിയേഷൻ ഏത് സെക്ഷനിലാണ് വരുന്നതെന്ന് ചോദിച്ചാൽ സെക്ഷൻ 32 ആണ്. അപ്പോൾ ഡിപ്രിസിയേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഗ്രാജുവൽ ആൻഡ് പെർമനൻറ്റ് ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ഡ്യൂ ടു വെയർ ആൻഡ് ടയർ ഈസ് കോൾഡ് ഡിപ്രിസിയേഷൻ. അപ്പോൾ നമ്മൾ പണ്ടേ തൊട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒരു കോമൺ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം ഡിപ്രിസിയേഷൻ എന്താണെന്നുള്ളത്. വെയറും ടയറും കാരണം നമ്മുടെ ഫിക്സഡ് അസറ്റ്സിനുള്ള വാല്യൂവിലുള്ള കുറവ് വരുന്നതിനാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. കാര്യം ഒരു വസ്തു നമ്മൾ വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അത് ഉപയോഗിച്ചാലും ഇല്ലെങ്കിലും ആ ഒരു അസറ്റിന് നമുക്ക് എപ്പോഴും ഡിപ്രിസിയേഷൻ ഉണ്ടായിരിക്കും, അതിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 5000 റുപ്പീസിന് ഒരു മൊബൈൽ വാങ്ങിക്കുകയാണ്, അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വെറുതെ കൈ വയ്ക്കുകയാണ്. എന്നിരുന്നാൽ പോലും പിന്നീട് നമ്മൾ അതിനെ കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൈ ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ വാല്യൂ എപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്താണ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്? ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ കാൽക്കുലേഷൻ്റെ അകത്ത് നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്നൊക്കെ പറയുന്നത്. ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് ഹാവിങ് സെയിം നേച്ചർ ആൻഡ് ദ സെയിം റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് കോൾഡ് ബ്ലോക്ക് ഓഫ് അസറ്റ്സ്. എന്താണ്, ഒരേ നേച്ചറിൽ വരെയും ഒരേ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഉള്ള ആ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിനെയാണ് നമ്മൾ ബ്ലോക്ക് ഓഫ് അസറ്റ്സ് എന്ന് പറയുന്നത്. അസറ്റ്സിനെ നമ്മൾ പൊതുവായിട്ട് രണ്ടായിട്ട് തരംതിരിക്കുന്നു. ഒന്ന് ടാഞ്ചിബിൾ അസറ്റ്സും ഒന്ന് ഇൻടാഞ്ചിബിൾ അസറ്റ്സും. ടാഞ്ചിബിൾ അസറ്റ്സിന് നമുക്ക് തൊടാൻ പറ്റുന്ന വസ്തുക്കൾ, ഇൻടാഞ്ചിബിൾ എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, പേറ്റന്റ് റൈറ്റ്, കോപ്പി റൈറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി നമുക്ക് പ്രോബ്ലത്തിൽ മെയിനായിട്ട് അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു അസറ്റിൻ്റെ റേറ്റ് കൊടുത്തിരിക്കും. അപ്പോൾ ഇന്ന തീയതിയിൽ നമ്മൾ വാങ്ങിച്ച ഒരു അസറ്റ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ പറയുവാണ് ആ അസറ്റ് നമ്മളൊരു 180 ഡേയ്സിന് ലെസ് ആയിട്ടാണ്, ലെസ് ദാൻ 180 ഡേയ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന റേറ്റിൻ്റെ പാതി മാത്രമേ നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേഷനിൽ എടുക്കാറുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക, നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴേക്കും അത് മനസ്സിലാവും. അതുപോലെ തന്നെ അഡീഷണൽ ഡിപ്രിസിയേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലത്തെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അസറ്റ്സിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യും. അതും പോരാഞ്ഞിട്ട് അഡീഷണൽ ഡിപ്രിസിയേഷൻ എന്നുള്ള സംഭവം കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. അത് ഏതിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി, പുതിയതായിട്ട് വാങ്ങിച്ച പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമാണ് അഡീഷണൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ 20%. പക്ഷേ നമ്മൾ ഈ പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറി 180 ദിവസത്തിനെക്കാട്ടിലും കുറവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിൻ്റെ പാതി മാത്രമേ എടുക്കത്തുള്ളൂ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ.
ഇപ്പോൾ 180 ദിവസത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 20%, അതുപോലെ 180 ദിവസത്തിന് കുറവാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 10%ആണ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ, റേറ്റ് ഓഫ് അഡീഷണൽ ഡിപ്രിസിയേഷൻ നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ബിൽഡിങ്സിന് 5%, അപ്പം ബിൽഡിങ്സ് യൂസ് ഫോർ റെസിഡൻഷ്യൽ പർപ്പസ്, എന്താണ് നമുക്ക് താമസിക്കുന്ന പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ആണെങ്കിൽ 5%, അതുപോലെ നോൺ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എന്ന് പറഞ്ഞാൽ ബിസിനസ് പർപ്പസിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ബിൽഡിങ്സ് ആണെങ്കിൽ അതിന് നമ്മൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യുന്നത് 10% ആയിരിക്കും. ഇപ്പോൾ ബിൽഡിങ്സ് എന്ന് പറഞ്ഞ് ആദ്യമേ നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് റെസിഡൻഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണോ അത് നോൺ റെസിഡൻഷ്യൽ പർപ്പസിനുള്ളതാണോ എന്ന് ആദ്യം ചിന്തിക്കണം. അപ്പോൾ റെസിഡൻഷ്യൽ പർപ്പസ് പറയുകയാണെങ്കിൽ 5%, അതുപോലെ നോൺ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണെങ്കിൽ 10% ആയിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ ഗ്രൂപ്പ് പറയുന്നത് ഫർണിച്ചറാണ്. ഫർണിച്ചർ, ഫിറ്റിങ്സ്, ഫാൻസ്, ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ എപ്പോഴും 10% ആയിരിക്കും. പിന്നെ പ്ലാന്റ് ആൻഡ് മിഷനറി എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ ആലോചിച്ചുകൊണ്ട് 15% എൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതൊക്കെ വരുന്നു ചോദിച്ചാൽ പ്ലാന്റ് ആൻഡ് മിഷനറി വരും, മോട്ടോർ കാർ, എയർ കണ്ടീഷണർ, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്. പിന്നെ കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ബുക്സ് ആണ് പറയുന്നതെങ്കിൽ 60% ആയിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചിരിക്കുക. എക്സാമിന് ചിലപ്പോൾ അവർ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഐറ്റംസ് ഏതാണെന്ന് പറഞ്ഞ് റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരും കണക്കിൽ. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു കണക്ക് നോക്കാം. ഇലിസ്ട്രേഷൻ 1 പറയുന്നത് കമ്പ്യൂട്ട് ഡിപ്രിസിയേഷൻ ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓൺ 1/4/2019 ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ഫാക്ടറി ബിൽഡിംഗ്, അപ്പോൾ ഏത് ഐറ്റം ആയിരിക്കും? ഇവിടെ ബിൽഡിംഗ് ആണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. അപ്പം റിട്ടേൺ ഡൗൺ വാല്യൂ ഫാക്ടറി ബിൽഡിംഗ് അത് വന്നിട്ട് 1,20,000 ആണ്. ഇറ്റ്സ് ഓൺ 1/4/2018. നെക്സ്റ്റ് എന്ന് പറയുന്നത് ന്യൂ ബിൽഡിംഗ്സ് ആഡഡ് ഓൺ 36/2018, ദാറ്റ് ഇസ് 2,30,000. എമൗണ്ട് റിയലൈസ്ഡ് ഓൺ ബിൽഡിംഗ് ഡിമോളിഷ്ഡ് എത്രയായിരിക്കും? 50,000. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ 10%. എന്തുകൊണ്ടായിരിക്കും ഒരു 10% പറഞ്ഞിട്ടുള്ള കാര്യം? ഇത് എന്താണ് നോൺ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ്, എന്താണ് ഫാക്ടറി ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 10% എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഓൾറെഡി കണ്ടുപിടിക്കേണ്ടി വരത്തില്ല, അവർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 10% എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് എങ്ങനെയായിരിക്കും നമുക്ക് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ എഴുതേണ്ടത് കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ ആണ്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നൊരു കാര്യം, നിങ്ങൾ ആൻസർ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ ഏത് കോഴ്സ് ആണെങ്കിലും, +1 ആയാലും +2 ആയാലും BCom ആയാലും CA ആയാലും എപ്പോഴും നമുക്ക് പ്രസൻറ്റേഷൻ ആയിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ചാടിക്കയറി ആൻസർ എഴുതരുത്. കാരണം നിങ്ങൾ എക്സാം ഹോളിൽ ഇരിക്കും അവരെല്ലാവരും എഴുതും, പക്ഷെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രസൻറ്റേഷൻ കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു കമ്പ്യൂട്ടേഷൻ ഡിപ്രിസിയേഷൻ എഴുതുക. എപ്പോഴും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും കണക്കെന്നുള്ള സംഭവം ചെയ്യുമ്പോൾ സ്കെയിൽ ആൻഡ് പെൻസിൽ യൂസ് ചെയ്തൊരു കോളം ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് മാത്രം ആൻസർ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുക. എപ്പോഴും റൂപ്പി സൈൻ ഇടണം. ജസ്റ്റ് എമൗണ്ട് എന്ന് എഴുതിയാൽ പോലും 1,20,000 എപ്പോഴും ആ ഒരു റൂപ്പി സൈനിലോട്ട് വരത്തില്ല. എപ്പോഴും റൂപ്പി സൈൻ ഇട്ടിട്ട് മാത്രമേ കണക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻ വന്നിട്ട് എന്തായിരിക്കും? റിട്ടേൺ ഡൗൺ വാല്യൂ ഫാക്ടറി ബിൽഡിംഗ് എന്ന് പറയുന്നത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട് 1,20,000. അതുപോലെ ഒരു പുതിയ ബിൽഡിംഗ് വാങ്ങിച്ചിട്ടുണ്ട് ഓൺ 36/2018. അപ്പോൾ അതുകൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ടോട്ടൽ കിട്ടുന്നത് 3,50,000 ആണ്. അതിൽ നിന്ന് നമുക്ക് ഡീമോളിഷ് ചെയ്ത എമൗണ്ട് നമ്മൾ കുറയ്ക്കണം. കാര്യം 50,000 നമുക്കിപ്പോൾ നിലവിൽ കയ്യിലില്ല, അത് ഡീമോളിഷ് ചെയ്ത ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അതിനെ നമുക്ക് കുറച്ച് കഴിയുമ്പം നമുക്ക് ഓൺ 31/3/2019 റിട്ടേൺ ഡൗൺ വാല്യൂ ദാറ്റ് ഇസ് 3 lakh rupees ആണ് നമുക്ക് കാണിക്കുന്നത്. അപ്പം ചുമ്മാ ഒരു 3 lakh ആണ് നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ അപ്ലൈ ചെയ്യണം, ദാറ്റ് ഇസ് 10%. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ ഈ പറഞ്ഞിരിക്കുന്ന റിട്ടേൺ ഡൗൺ വാല്യൂയിൽ നിന്നാണ് നമ്മൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ ഒരു 0 കുറയ്ക്കുക, അപ്പം 30,000 എന്ന് പറഞ്ഞ് കിട്ടും. അത് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മൾ 2,70,000 ദാറ്റ് ഇസ് റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ബിൽഡിംഗ്സ് ഓൺ 1/4/2019 എന്ന് പറഞ്ഞ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റിട്ടേൺ ഡൗൺ വാല്യൂ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കുറച്ചും കൂടി ഡെവലപ്മെൻറ്റ്സ് വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇലിസ്ട്രേഷൻ 2 നോക്കാം. ഇവിടെ കമ്പ്യൂട്ടർ ഡിപ്രിസിയേഷൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കിവിടെ ഡിപ്രിസിയേഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവരിവിടെ കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി. എപ്പോഴും ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നോക്കണം നിങ്ങൾ ഏത് തരം അസെറ്റാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് നോക്കണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് ആൻഡ് മിഷനറി ആണ്. അപ്പോൾ റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മിഷനറി ഓൺ 1/4/2018 അത് പറയുന്നത് 7 lakh ആണ്. അതുപോലെ കോസ്റ്റ് ഓഫ് ന്യൂ പ്ലാന്റ് പർച്ചേസ്ഡ് ഓൺ 1/6/2018. അപ്പം എപ്പോഴും ഒരു പുതിയ പ്ലാന്റ് വാങ്ങി
വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡേറ്റ് ശ്രദ്ധിക്കണം. കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു, ഇത് ലെസ് ദാൻ 180 ഡേയ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്, അത് മോർ ദാൻ 180 ഡേയ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ എപ്പോഴും ഡേറ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ന്യൂ പ്ലാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്? 1 lakh ആണ്. ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ഡിപ്രിസിയേഷന് എലിജിബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. നെക്സ്റ്റ് ഏതാണ്? സെയിൽ ഓഫ് എ പാർട്ട് ഓഫ് പ്ലാന്റ്. ഇതിൻ്റെ അകത്ത് ഒരു പാർട്ട് ഓഫ് പ്ലാന്റ് ഇവർ വിറ്റു ഓൺ 2/1/2019, ദാറ്റ് ഇസ് 2 lakh rupees. ഇതിൻ്റെ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ഈസ് 15%. ഒബ്വിയസ്ലി നമുക്കറിയാം പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ എപ്പോഴും 15% അപ്പോൾ ഇവിടെ ആൻസർ പ്രസൻറ്റേഷൻ നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ് എഴുതി അണ്ടർലൈൻ ചെയ്യുക, എന്നിട്ട് ഒരു കോളം വരയ്ക്കുക. എന്നിട്ട് ഇവിടെ എങ്ങനെയായിരിക്കും ആൻസർ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയേ. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആദ്യം പറഞ്ഞിരിക്കുന്ന ആ 7 lakh അതുപോലെ എടുത്തെഴുതുക. ദാറ്റ് ഈസ് ഓൺ 1/4/2018 7 lakhs ആണ്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലുള്ള ആൻസറിൽ പറഞ്ഞ പോലെ തന്നെയാണ് പുതിയ പ്ലാന്റ് വാങ്ങിച്ചു ഓൺ 1/6/2018 ഉള്ളത് ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 8 lakhs എന്ന് കിട്ടി. ഇതിൻ്റെ അകത്ത് ഇപ്പം 8 lakhs ആണ് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള അസറ്റ് എന്ന് പറയുന്നത്. പക്ഷെ അവർ ഒരു കാര്യം കൂടെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എന്താണ്? സെയിൽ ഓഫ് എ പാർട്ട് ഓഫ് പ്ലാന്റ്. ഇതിൻ്റെ അകത്ത് 2 ലക്ഷം രൂപ വാല്യൂ വരുന്ന അസറ്റിനെ ഇവർ 2/1/2019 വിറ്റു. അപ്പോൾ അതിൻ്റെ അകത്ത് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 2 ലക്ഷം രൂപ ഈ 8 ലക്ഷത്തിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് 6 ലക്ഷം. ഈ 6 ലക്ഷം രൂപ അസറ്റിലായിരിക്കണം നിങ്ങൾ ഇനി ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ നേരെ എഴുതാം. റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ 31/3/2019 എന്ന് പറഞ്ഞ് എഴുതാം. ഇനിയാണ് നമ്മുടെ ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ ഇരിക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ആ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ കിട്ടി. ഇനി നമ്മൾ ഡിപ്രിസിയേഷൻ കാൽക്കുലേഷനിലോട്ട് പോകും. അപ്പം നോർമൽ ഡിപ്രിസിയേഷൻ ഞാൻ പറഞ്ഞു, നമ്മൾ റേറ്റ് ഓൾറെഡി പറഞ്ഞതാണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ റേറ്റ് എന്ന് പറഞ്ഞത് 15% ഇവിടെ ഓൾറെഡി ക്വസ്റ്റ്യനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 15% ഏതിൽ നിന്നായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈ 6 lakh നിന്നാണ് എടുക്കുന്നത്. കാരണം 6 lakhന്റെ 15% 90,000. ഇതിൻ്റെ അകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? നമ്മൾ ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറയുന്നത് 7 lakh ആണ്. 7 lakhന്റെ 15%. അങ്ങനെയല്ല, ഈ 2 എമൗണ്ട് ചേർക്കുമ്പോൾ 8 ലക്ഷം ഉണ്ട്. 8 ലക്ഷമാണ് നമുക്ക് കിട്ടുന്നത്. അതിന് ഈ 2 അസറ്റ്സിനും കൂടെ ചേർന്നൊരു 2 ലക്ഷം രൂപ വിറ്റ് പോയിട്ടുണ്ട്. അതാണ് 6 ലക്ഷം രൂപ. അപ്പം ബോത്ത് ആർ എലിജിബിൾ ഫോർ നോർമൽ ഡിപ്രിസിയേഷൻ. അപ്പം നോർമൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ 6 ലക്ഷം രൂപ നമ്മൾ മൊത്തത്തിൽ 15% ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈസി ആയിട്ട് നമ്മൾ എഴുതി എത്രയാണ്? 90,000. പിന്നെ നമ്മൾ ഒരു കാര്യം എക്സ്ട്രാ പഠിച്ചു. എന്താണ്? അഡീഷണൽ ഡിപ്രിസിയേഷൻ. അഡീഷണൽ ഡിപ്രിസിയേഷൻ നമ്മൾ പൊതുവെ പറഞ്ഞു 180 ഡേയ്സിന് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇവിടെ എന്നാണ് ഈ ന്യൂ പ്ലാന്റ് പർച്ചേസ് ഇരിക്കുന്നത്? 1/6/2018. അപ്പം എങ്ങനെയാണ് 180 ഡേയ്സ് ഓർ മോർ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഈ 1/6/2018 തൊട്ട് 31/3/2019 വരെയുള്ള ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 180 ഡേയ്സിൽ കൂടുതലാണോ വരുന്നതെന്ന് പറഞ്ഞ് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ 180 ഡേയ്സിനെ കാട്ടിൽ കൂടുതലാണെങ്കിൽ നമ്മൾ മൊത്തത്തിലുള്ള നമ്മൾ 20% നമ്മൾ ഈ ന്യൂ പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അഡീഷണൽ ഡിപ്രിസിയേഷനായിട്ട്. പക്ഷേ മറിച്ച് 180 ഡേയ്സിന് കുറവാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ 20%ൻ്റെ പാതി എന്ന് പറയുന്നത് 10% മാത്രമേ നമ്മൾ ഈ ന്യൂ പ്ലാന്റിനുള്ള 1 lakh നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടായിരിക്കണം നമ്മൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ കൊടുത്തത്? ഈ ഒരു ക്വസ്റ്റ്യൻ, കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടില്ല. കാര്യം അഡീഷണൽ ഡിപ്രിസിയേഷൻ എപ്പോഴും കൊടുക്കുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് ആയിരിക്കണം, അതും പുതിയതായിരിക്കണം. ന്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് മാത്രമേ അഡീഷണൽ ഡിപ്രിസിയേഷൻ നമ്മൾ കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അപ്ലൈ ചെയ്യുക. പക്ഷേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ നമ്മൾ പറഞ്ഞത് ബിൽഡിങ്ങിനെ പറ്റിയിട്ടാണ്. ബിൽഡിങ്ങിന് ഒരിക്കലും അഡീഷണൽ ഡിപ്രിസിയേഷൻ കൊടുക്കത്തില്ല. മറിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്താണ്? ഇത് ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാന്റ് മെഷീനറീനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിന് അഡീഷണൽ ഡിപ്രിസിയേഷൻ നമ്മൾ കൊടുക്കും. അതും 180 ഡേയ്സിൽ കൂടുതൽ ഈ ന്യൂ പ്ലാന്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 20%. അപ്പോൾ ഏതിന് 20% ചോദിച്ചാൽ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചതിൻ്റെ 1 ലക്ഷം, അതിൻ്റെ 20% നമ്മൾ അഡീഷണൽ ഡിപ്രിസിയേഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് 20,000 രൂപ കിട്ടും. ഇത് രണ്ടും കൂടെ ചേർക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ഡിപ്രിസിയേഷൻ കിട്ടും. ഇനി നമ്മൾ റിട്ടേൺ ഡൗൺ വാല്യൂ കണ്ടുപിടിക്കേണ്ടേ ഓൺ 1/4/2019. അപ്പം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ 6 lakh, ഈ 6 lakhൽ നിന്ന് 1,10,000 നമുക്ക് കുറയ്ക്കുമ്പോൾ 4,90,000. അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. 1,10,000 ദാറ്റ് ഈസ് ടോട്ടൽ ഡിപ്രിസിയേഷൻ.
അപ്പോൾ ഇത് ഒന്നുകൂടെ ക്ലിയർ ആവും. നമുക്ക് ഒരു കണക്കും കൂടെ നോക്കാം. ദാറ്റ് ഈസ് റിട്ടേൺ ഓൺ വാല്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി ഓൺ 1/4/2018 ദാറ്റ് ഈസ് 4,50,000. പ്ലാൻ പർച്ചേസ്ഡ് ഓൺ 1/3/2019 1 lakh. നമ്മൾ പുതിയതായിട്ടൊരു പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്, അത് 1/3/2019 ആണ്. കമ്പ്യൂട്ട് ഡിപ്രിസിയേഷൻ ചാർജബിൾ ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഫോർ ദ പ്രീവിയസ് ഇയർ 2018 to 19. അപ്പോൾ നമ്മളുടെ ആൻസർ പ്രസൻറ്റേഷൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ഡിപ്രിസിയേഷൻ ഫോർ ദ പ്രീവിയസ് ഇയർ 2018 to 19 എന്ന് പറഞ്ഞ് എഴുതി അണ്ടർലൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് റിട്ടേൺ ഓൺ വാല്യൂ പ്ലാന്റ് ആൻഡ് മെഷീനറി അത് ഈ ക്വസ്റ്റ്യനിലുള്ള അതേപോലെ തന്നെ എടുത്ത് ഇവിടെ എഴുതുക. ദാറ്റ് ഈസ് 4,50,000. പിന്നെ പുതിയതായിട്ട് വാങ്ങിച്ച അതും അതുപോലെ ആഡ് ചെയ്യുക. എപ്പം നമുക്ക് ടോട്ടൽ നമ്മുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ 5,50,000 ആണ്. അതാണ് റിട്ടേൺ ഓൺ വാല്യൂ 31/3/2019. അപ്പോൾ നമ്മൾ എഴുതാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ കണ്ടുപിടിക്കണം, എന്താണ് ഡിപ്രിസിയേഷൻ കാൽക്കുലേഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്കറിയാം പ്ലാന്റ് മെഷീനറിയുടെ ഡിപ്രിസിയേഷൻ എപ്പോഴും 15% ആയിരിക്കും. അപ്പോൾ 4,50,000 അപ്പോൾ റിട്ടേൺ ഓൺ വാല്യൂ അത് നമുക്ക് മൊത്തത്തിൽ ദാറ്റ് ഈസ് മോർ ദാൻ 180 days യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പാണ്. കാര്യം എന്താണ്, നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന എമൗണ്ടാണ് 1/4/2018. അപ്പോൾ 4,50,000 അതിൻ്റെ 15% നമുക്ക് 67,500 കിട്ടും. അതുപോലെ തന്നെ 1 lakhന്റെ നമ്മൾ ഡിപ്രിസിയേഷൻ നോർമൽ ഡിപ്രിസിയേഷൻ ആണ്. ഇത് അഡീഷണൽ ഡിപ്രിസിയേഷൻ്റെ കാര്യമല്ല പറയുന്നത്. ഇത് രണ്ടിന് നമ്മൾ നോർമൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് എക്സ്ട്രാ ഒരു അഡീഷണൽ ഡിപ്രിസിയേഷനും കൂടെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം പുതിയതായിട്ട് വാങ്ങിച്ച പ്ലാന്റിൻ്റെ 1 lakhന്റെ എത്രയാണ് 7.5% വന്നതിൻ്റെ കാരണം എന്താണ്? കാര്യം ഇത് എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്? 1/3/2019 ആണ്. അപ്പം ഇസ് ലെസ് ദാൻ 180 days. 1/3/2019 തൊട്ട് 31/3/2019 എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു 30 ദിവസമൊക്കെ വരുന്നുള്ളൂ ആ പ്ലാന്റ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ എന്താണ്, എന്തായാലും ഇത് 180 days ലെസ് ദാൻ ആയിരിക്കും. അതുകൊണ്ട് ഈ 15% പാതിയാണ് 7.5%. ദാറ്റ് 7,500. അപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് അഡീഷണൽ ഡിപ്രിസിയേഷൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു, അഡീഷണൽ ഡിപ്രിസിയേഷൻ എപ്പോഴും പുതിയൊരു പ്ലാന്റിനാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ പ്ലാന്റ് 180 days കൂടുതലാണോ കുറവാണോ എന്ന് നോക്കണം. കൂടുതലാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 20% കൊടുക്കും, കുറവാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10% കൊടുക്കും. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് ലെസ് ദാൻ 180 days ആണ് ന്യൂ പ്ലാന്റ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 20% അല്ല നമ്മൾ കൊടുക്കുന്നത്, 10%. അപ്പോൾ പുതിയ പ്ലാന്റിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? 1 lakh ആണ്. അപ്പോൾ 10,000. ഇത് ഈ 3 എമൗണ്ട് കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ ഡിപ്രിസിയേഷൻ എന്ന് മാത്രമാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ടോട്ടൽ ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിപ്രിസിയേഷൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറയുന്ന കണക്ക് മാത്രം അവർ എക്സാമിന് ചോദിക്കും. ടോട്ടൽ ഡിപ്രിസിയേഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതി പാസ്സായി മാർക്ക് കിട്ടാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഈ പ്രോബ്ലംസ് എല്ലാം പഠിച്ചിട്ട് പോവുക. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ ആയിരിക്കും. ചിലപ്പോൾ ഈ ഒരു വേർഡ് മാത്രം ചിലപ്പോൾ എക്സാമിന് ചോദിക്കും, എന്താണ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടതെന്ന് പറഞ്ഞാൽ വെൻ ദ ടോട്ടൽ ഡിപ്രിസിയേഷൻ ഇസ് മോർ ദാൻ അവൈലബിൾ പ്രോഫിറ്റ്സ് ദ എക്സസ് ഇസ് കോൾഡ് അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ. നമുക്ക് ഉള്ള ലാഭത്തിനെക്കാട്ടിൽ കൂടുതലാണ് നമ്മുടെ ടോട്ടൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എങ്കിൽ അതിനെ നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയും. അപ്പോൾ നമുക്കൊരു 10,000 ആണ് നമ്മുടെ പ്രോഫിറ്റ് എന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ ടോട്ടൽ ഡിപ്രിസിയേഷൻ ഒരു 20,000 ആണ് വരുന്നതെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന ആ എമൗണ്ടിനാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കേട്ടിട്ടുള്ളൊരു വാക്കാണ് ടെർമിനൽ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ടെർമിനൽ ഡിപ്രിസിയേഷൻ എന്താണ്? അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ലാഭത്തിനെക്കാട്ടിലും കൂടുതലാണ് ഡിപ്രിസിയേഷൻ വരുന്നതെങ്കിൽ ആ എക്സ്ട്രാ വരുന്ന എമൗണ്ടിനാണ് നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടെർമിനൽ ഡിപ്രിസിയേഷൻ എന്തായിരിക്കും? ഇൻ കേസ് ഡിപ്രിസിയേഷൻ ഇസ് ചാർജ് അണ്ടർ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. നമുക്കറിയാം നമുക്ക് ഡിപ്രിസിയേഷൻ എന്താണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്, റിട്ടേൺ ഓൺ വാല്യൂ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലാണ് നമ്മൾ ഡിപ്രിസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചാർജ് ചെയ്ത് വരുന്നതെങ്കിൽ ആൻഡ് അസറ്റ് is sold at a loss എന്നാണ്. പക്ഷേ നമ്മൾ ആ അസറ്റിനെ ഏത് അസറ്റിലാണ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ അസറ്റിനെ നമ്മൾ വലിയൊരു നഷ്ടത്തിൽ കൊണ്ട് വിൽക്കുകയാണ്, അറ്റ് എ ലോസ് ആണ് നമ്മളത് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ടെർമിനൽ ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് സെയിൽ വാല്യൂ ലെസ് റിട്ടേൺ ഓൺ വാല്യൂ. അപ്പോൾ ആ ഡിഫറൻസ് എമൗണ്ടിനെ നമ്മൾ എപ്പോഴും ടെർമിനൽ ഡിപ്രിസിയേഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയും അതിനെ ഫുള്ളി ആയിട്ട് നമ്മൾ P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയും ചെയ്യുന്നു ഇൻ ദ ഇയർ ഓഫ് എന്താണ് സെയിൽ നടക്കുന്ന വർഷം തന്നെ. ഇനി നമുക്ക് ജസ്റ്റ് ഒരു കുഞ്ഞ് കണക്ക് നമുക്ക് നോക്കാം. ബാലൻസിങ് ചാർജ് ഓർ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾക്ക് ബാലൻസിങ് ചാർജ് ക്യാപിറ്റൽ ഗെയിനെ കണ്ടുപിടിക്കാൻ പറയും. അതിൻ്റെ ആ കണക്ക് ചെയ്യണമെങ്കിൽ ഈ 2 വരി എപ്പോഴും ഓർത്ത് വയ്ക്കുക എന്ന് പറയുന്നത് ഇൻ കേസ് ആൻ അസറ്റ് ഈസ് സോൾഡ് മോർ ദാൻ ഇസ് റിട്ടേൺ ഓൺ വാല്യൂ
റിട്ടേൺ ഓൺ വാല്യൂവിനെക്കാട്ടിലും വലിയൊരു എമൗണ്ടിലാണ് നമ്മൾ അസറ്റിനെ വിൽക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ബി ഡീംഡ് ആസ് ഇൻകം കോൾഡ് ബാലൻസിങ് ചാർജ്. ഡീംഡ് ആസ് ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻകമായിട്ട് കരുതപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ആ എമൗണ്ടിന് നമ്മൾ ബാലൻസിങ് ചാർജ് എന്ന് പറയും. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. റിട്ടേൺ ഓൺ വാല്യൂവിൽ നിന്ന് കൂടുതലാണ് നമ്മൾ വിൽക്കുന്ന അസറ്റിൻ്റെ വാല്യൂ എങ്കിൽ ആ വരുന്ന എക്സ്ട്രാ വരുന്ന ആ ഡിഫറൻസ് എമൗണ്ട് നമ്മൾ ബാലൻസിങ് ചാർജ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇഫ് സെയിൽ എമൗണ്ട് ഈസ് മോർ ദാൻ ഇസ് ഒറിജിനൽ കോസ്റ്റ്, നമ്മൾ വിൽക്കുന്ന സാധനത്തിൻ്റെ എമൗണ്ട് ഒറിജിനൽ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ആ എക്സസ് ആയിട്ട് വരുന്ന എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലിസ്ട്രേഷൻ 6 ഒന്ന് നോക്കാം. കമ്പ്യൂട്ട് ബാലൻസിങ് ചാർജോ ക്യാപിറ്റൽ ഗെയിൻ. ജസ്റ്റ് ഇങ്ങനെയുള്ള സിമ്പിൾ പ്രോബ്ലംസ് ഒന്നും സ്കിപ്പ് ചെയ്ത് മാർക്ക് കളയേണ്ട. ഇതൊക്കെ പഠിച്ചിട്ട് പോകും. കാരണം വളരെ ഈസി ആയിട്ട് ഓർത്ത് വയ്ക്കാവുന്ന ഒരു കണക്കാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആദ്യം പറഞ്ഞ് റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് അസറ്റ് ഓൺ 1/4/2018 ദാറ്റ് ഇസ് 3 lakh. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ വാങ്ങിച്ചപ്പോൾ പർച്ചേസ് ചെയ്ത സമയത്തുള്ള ഒറിജിനൽ ആ അസറ്റിൻ്റെ വാല്യൂ 4,10,000 ആണ്. സെല്ലിംഗ് പ്രൈസ് ഓഫ് ദ അസറ്റ് ഇസ് 4 lakh. അങ്ങനെയാണെങ്കിൽ ഡിപ്രിസിയേഷൻ ഇസ് ചാർജ് എന്ന് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും നമുക്ക് ബാലൻസിങ് ചാർജും ക്യാപിറ്റൽ ഗെയിനും കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഇവിടെ സെല്ലിംഗ് പ്രൈസ് ഏത് എമൗണ്ടാണ് നമ്മൾ വിറ്റത്? 4 lakh ലെസ് റിട്ടേൺ ഓൺ വാല്യൂ ഓൺ 1/4/2018 ദാറ്റ് ഇസ് 3 lakh. അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട് 1 lakh ആണ് ബാലൻസ് ആയിട്ട് നമ്മൾ പറയുന്നത്. നമ്മളിവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബാലൻസിങ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ഇസ് സോൾഡ് മോർ ദാൻ ഇസ് റിട്ടേൺ ഓൺ വാല്യൂ. ആ ഡിഫറൻസ് എമൗണ്ടിനാണ് നമ്മൾ ബാലൻസിങ് ചാർജ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഒരു കണക്കും കൂടെ നോക്കുക. ഇതിനകത്ത് ക്യാപിറ്റൽ ഗെയിൻ എന്നുള്ള സംഭവം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ട് ബാലൻസിങ് ചാർജോ ക്യാപിറ്റൽ ഗെയിൻ. റിട്ടേൺ ഓൺ വാല്യൂ ഓഫ് അസറ്റ് ഓൺ 1/4/2018 is 3 lakh. ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ is 4,10,000 and selling price of the asset is 6 lakh. അപ്പോൾ ഡിപ്രിസിയേഷൻ is charged on original cost method എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ബാലൻസിങ് ചാർജ് ക്യാപിറ്റൽ ഗെയിന് കണ്ടുപിടിക്കാം. ദാറ്റ് ഇസ് സെല്ലിംഗ് പ്രൈസ്. ആദ്യം തന്നെ എപ്പോഴും ഈ രണ്ട് കണക്ക് നമ്മൾ ഈ രണ്ട് കണക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് തുടങ്ങുന്നത് തന്നെ സെല്ലിംഗ് പ്രൈസ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിറ്റ എമൗണ്ട് എത്രയാണ്? ദാറ്റ് ഇസ് 6 lakh ലെസ് റിട്ടേൺ ഓൺ വാല്യൂ ഓൺ 1/4/2018 ദാറ്റ് ഇസ് 3 lakh. അപ്പോൾ ഡിഫറൻസ് എമൗണ്ട് നമുക്ക് കിട്ടും. അതിന് ടോട്ടൽ ഗെയിൻ ആയിട്ട് കാണിക്കും. എന്നിട്ട് ലെസ് ബാലൻസിങ് ചാർജ്. ബാലൻസിങ് ചാർജ് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ഒറിജിനൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മൈനസ് എത്രയാണ്? റിട്ടേൺ ഓൺ വാല്യൂ. അതാണ് 1,10,000. അതിൽ നിന്ന് കുറയ്ക്കുന്ന എമൗണ്ട് 1,90,000 ആണ് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ എഴുതണം. ദാറ്റ് ഇസ് ദ ബാലൻസിങ് ചാർജ് ഓഫ് ₹1,10,000 വിൽ ബി ട്രീറ്റഡ് ആസ് ഡീംഡ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ അതിൻ്റെ ആ ഒരു തിയറി പാർട്ടിൽ പറഞ്ഞതാണ് ബാലൻസിങ് ചാർജിന് നമ്മൾ എപ്പോഴും പ്രോഫിറ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നിട്ട് ഇതിന് P&L അക്കൗണ്ടിനകത്തോട്ട് ക്രെഡിറ്റ് ചെയ്യും ഓഫ് ദ കറണ്ട് ഇയർ. P&L അക്കൗണ്ട് ഓഫ് ദ കറണ്ട് ഇയറിലാണ് നമ്മളിതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ കാൽക്കുലേഷൻ ഓഫ് ഡിപ്രിസിയേഷനും പിന്നെ ബാലൻസിങ് ചാർജും ക്യാപിറ്റൽ ഗെയിനും കാൽക്കുലേറ്റ് ചെയ്യുന്നൊരു കുഞ്ഞു കണക്കും ഇതെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് ഇൻകം ഫ്രം ബിസിനസ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ആ കണക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ബൈഹാർട്ട് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് മനസ്സിലാക്കി കാണാൻ പാഠം പഠിച്ചില്ലെങ്കിലും ഇന്ന ടോപ്പിക്കിൻ്റെ അകത്ത് ആണ് ഈ ഐറ്റംസ് വരുന്നതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് ഒരു ഹെഡ് ഓഫ് ഇൻകം ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻകം ഫ്രം പ്രൊഫഷൻ ഓഫ് ബിസിനസ് എന്നുള്ള സംഭവമാണ്. പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്നുള്ള ഹെഡാണ് വരുന്നത്. ആ ഹെഡിൽ നമുക്ക് ഇൻകം കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇവിടെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ടതെന്ന് പറയുന്നത് എക്സ്പെൻസസ് അലൗഡ് അണ്ടർ സെക്ഷൻ 37. നമുക്ക് സെക്ഷൻ 37 അനുസരിച്ച് നമുക്ക് ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടാം അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ട് നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? അപ്പോൾ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ്, എക്സ്പെൻസ് ഇൻക്ലൂഡ് ഇൻ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ്, ജനറൽ എക്സ്പെൻസ് ഇൻ ഡേ ടു ഡേ റണ്ണിങ് ഓഫ് ബിസിനസ്. ഈ ഐറ്റംസ് എല്ലാം ആണ് എക്സ്പെൻസസ് അലൗഡ് അണ്ടർ സെക്ഷൻ 37 എന്ന് പറയുന്നത്. ഞാനിവിടെ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ പോസ് ചെയ്തിട്ടൊന്ന് എഴുതിയെടുക്കുക ഈ ഐറ്റംസ് എല്ലാം. ഇതൊക്കെയാണ് എക്സ്പെൻസ് അലൗഡ് അണ്ടർ സെക്ഷൻ 37 എന്ന് പറയുന്നത്. മെയിനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻസ് ഒക്കെ നോക്കണം. ഇതെല്ലാം ഇതിൻ്റെ അകത്താണ്. ഇതിൻ്റെ ബാക്കി പോയിൻറ്റ്സ് ആണ് ലീഗൽ എക്സ്പെൻസസ്, അതുപോലെ എക്സ്പെൻഡിച്ചർ ഓൺ ഗസ്റ്റ് ഹൗസ് ആൻഡ് ഹോളിഡേ ഹോംസ് ആർ ഫുള്ളി അലൗഡ്. ഈ ഐറ്റംസ് എല്ലാം ഒന്ന് വായിക്കുക. ജസ്റ്റ് വായിക്കുക ഏതിൻ്റെ അകത്തൊക്കെയാണ് ഇത് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഈ ഐറ്റംസ് എല്ലാം നോക്കുക. പിന്നെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് അലോബിൾ ലോണ്. അപ്പോൾ ലോസസ് വിച്ച് ആർ ഡയറക്ട്ലി ഇൻസിഡൻറ്റൽ ബിസിനസ് ആർ അലൗഡ്. എന്താണ് ബിസിനസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ലോസസ് ഒക്കെ ഇതിൻ്റെ അകത്ത് അലൗഡ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊക്കെയാണ് ഐറ്റംസ്. നമ്മൾ ലോസ് പോവുക, നമുക്ക് തെഫ്റ്റായിട്ട് വരിക, പിന്നെ നോൺ റിക്കവറബിൾ അഡ്വാൻസ് ലോസ്, പിന്നെ റോബറി എന്തെങ്കിലും നടക്കുക, അങ്ങനെയുള്ള ലോസൊക്കെ ബിസിനസ് സംബന്ധമായിട്ടുള്ള എല്ലാ ലോസും ഇവിടെ അലൗബിൾ ആയിരിക്കും.
അടുത്തത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എപ്പോഴാണെന്ന് ചോദിച്ചത്, യഥാർത്ഥത്തിൽ നമ്മൾ പൈസ അടച്ചാൽ മാത്രമേ ആ എക്സ്പെൻസിനെ നമ്മൾ അലോ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത്. നമ്മൾ ടാക്സ് പേ ചെയ്യുന്നതിന് മുമ്പേ തന്നെ അത് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യാൻ പറ്റത്തില്ല. വൺസ് നമ്മൾ ടാക്സ് അടച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ അലോ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് 5 പോയിൻറ്റ്സ് വരുന്നുണ്ട്, 5 ഐറ്റംസ് വരുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. നെക്സ്റ്റ് വരുന്നത് എക്സ്പെൻസസ് എക്സ്പ്രസ്ലി ഡിസലൗഡ്, അഡ്വർടൈസ്മെൻറ്റ് ഇൻ എനി പബ്ലിക്കേഷൻ, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസൊക്കെ ഡിസലോ ചെയ്യും. ഒരിക്കലും നമ്മുടെ ആ ഒരു കാൽക്കുലേഷൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല എക്സ്പെൻസ് ആയിട്ട്. ഈ പറയുന്ന ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്, പക്ഷേ ആക്ടിൻ്റെ അകത്ത് ഇത് അലൗഡ് അല്ല. അതാണ് ഇതിൻ്റെ ഈ 3 പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കി പോയിൻറ്റ്സ് ആണ് ഇതൊക്കെ. കണ്ടോ, ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള പ്രോബ്ലത്തിലൊക്കെ വരുന്നതാണ് ഡ്രോയിങ്സ്, ഫൈനോ പെനാൽറ്റി, ഇങ്ങനെയുള്ള ഐറ്റംസ് വരുമ്പോൾ നിങ്ങൾ ആദ്യം റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ഇത് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്, പക്ഷേ ആക്ടിൽ നമുക്കിത് അലൗഡ് അല്ല. അപ്പോൾ ഇതിന് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. നെക്സ്റ്റ് എക്സ്പെൻസസ് ഡിസലൗഡ് ഇൻ സർട്ടൺ കേസസ്. ചില കേസസിൽ നമ്മൾ എക്സ്പെൻസിനെ നമ്മൾ ഡിസലോ ചെയ്യാറുണ്ട്. അതാണ് ഈ 5 പോയിൻറ്റ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സെംപ്റ്റഡ് ഇൻകം ആണ്. എക്സെംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ ചില ഇൻകത്തിന് ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് ടാക്സ് കൊടുക്കണ്ട. അപ്പോൾ നമ്മളിതിൻ്റെ ടാക്സബിൾ ഇൻകം ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല, കാര്യം ഇത് എക്സെംപ്റ്റഡ് ഇൻകം ആണ്. പിന്നെ ഇത് ഏതൊക്കെയാണ് ഇതിൻ്റെ എക്സെംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, അഗ്രികൾച്ചർ റെസീപ്റ്റ്, ഗിഫ്റ്റ് ഫ്രം റിലേറ്റീവ്സ്, ഇൻകം ടാക്സ് റീഫണ്ട്, ബാഡ് ഡെബ്റ്റ്സ് റിക്കവേർഡ്, വിഡ്രോവൽ ഫ്രം PPF. അതിന് PPF പറഞ്ഞാൽ പബ്ലിക് പ്രോവിഡൻറ്റ് ഫണ്ടാണ് പറയുന്നത്. എമൗണ്ട് റിസീവ്ഡ് ഫ്രം ലൈഫ് ഇൻഷുറൻസ് പോളിസി, ഡിവിഡൻഡ് റിസീവ് ഫ്രം എ ഇന്ത്യൻ കമ്പനി ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ ₹10 lakh. എന്നാൽ നമ്മൾ ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഡിവിഡൻഡ് ആണ്, അതും 10 ലക്ഷം രൂപയ്ക്ക് താഴെയാണെങ്കിൽ നമ്മൾ അതിനെ എക്സെംപ്റ്റഡ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. പക്ഷേ 10 ലക്ഷം രൂപത്തിൽ ₹1 കൂടുതലാണെങ്കിൽ ആ മൊത്തം എമൗണ്ടിന് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. പിന്നെ ഇൻകം ടാക്സബിൾ ഉണ്ട് അതർ ഹെഡ്സ് എന്നാണ്. നമ്മൾ വേറെ ഈ കണക്കിൻ്റെ അകത്ത് വേറെ ഹെഡ്സിൽ വരുന്ന ഐറ്റംസ് വരും, അതൊക്കെ വേറെ ഇതിൽ വരുന്നതാണ്. എസ്പെഷ്യലി ഇൻകം ഫ്രം അതർ സോഴ്സസിൻ്റെ അകത്തോട്ടൊക്കെ പോകുന്നതായിരിക്കും. ഇതൊക്കെയാണ് ഈ ഐറ്റംസ്: പാർട്ട് ടൈം സാലറി, ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ്, റെന്റ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട്, ക്യാപിറ്റൽ ഗെയിൻസ്, ബാങ്ക് ഇൻട്രസ്റ്റ്, വിന്നിംഗ് ഓഫ് ലോട്ടറി എക്സെട്ര. അപ്പോൾ ഈ ഐറ്റംസിനെല്ലാം നമ്മൾ എക്സെംപ്റ്റഡ് ആയിട്ടാണ് എടുക്കുന്നത്, കാരണം നമ്മൾ ഈ ഒരു ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ അകത്ത് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. ഇനി നമുക്ക് ഈ കണക്കിൻ്റെ ഫോർമാറ്റ് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നെറ്റ് പ്രോഫിറ്റ്, ക്വസ്റ്റിൻ്റെ അകത്ത് നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നെറ്റ് പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അത് എഴുതും. എന്നിട്ട് ആഡ്, നമ്മൾ പല ഹെഡിൻ്റെ അകത്ത് ഈ വരുന്ന ഓരോ ഹെഡിൻ്റെ അകത്തുള്ള ഐറ്റംസ് ഒക്കെ നമ്മളിപ്പം പഠിച്ചു. അപ്പം ഇതിൻ്റെ അകത്ത് ആഡ് എക്സ്പെൻസസ് ക്ലെയിം ബട്ട് നോട്ട് അലൗഡ്, അതുപോലെ ലെസ് എക്സ്പെൻസസ് അലൗ ബട്ട് നോട്ട് ഡെബിറ്റഡ് ഇൻ P&L അക്കൗണ്ട്. പിന്നെ ഇതിനും കൂടെ ലെസ് ചെയ്യും ഇൻകം എക്സെംപ്റ്റ് ഓർ നോട്ട് ടാക്സബിൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സെംപ്റ്റഡ് ഇൻകം, അതൊക്കെ ഇതിൻ്റെ അകത്ത് ലെസ് ചെയ്യും. ഇതെല്ലാം ആഡും ലെസ്സും ചെയ്ത് കിട്ടുന്നതിനാണ് നമ്മൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രൊഫഷൻ, ബിസിനസ് വേറെ പ്രൊഫഷൻ വേറെ. നമ്മൾ പറഞ്ഞു ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഏതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ബിസിനസ് ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നെക്സ്റ്റ് പ്രൊഫഷൻ ആണ്. ആദ്യം നമ്മൾ പ്രൊഫഷൻ റിസീപ്റ്റ് എന്ന് പറഞ്ഞ് എഴുതും, ലെസ് പ്രൊഫഷൻ എക്സ്പെൻസസ്. നമുക്ക് പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്ന ഇൻകം എല്ലാം ആഡ് ചെയ്യും. അതുപോലെ നമ്മൾ അതിൽ നിന്ന് നമുക്കുണ്ടായ എക്സ്പെൻസിനെ കുറച്ച് കാണിക്കുമ്പോൾ നമുക്ക് ഇൻകം ഫ്രം പ്രൊഫഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്കൊരു കുഞ്ഞ് കണക്ക് നോക്കാം. നമ്മളിപ്പോൾ ഈ ഒരു ഐറ്റംസും കാര്യങ്ങളൊക്കെ നോക്കി ഇത് ഇനി എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ ഇലസ്ട്രേഷൻ 10 പറയുന്നത് എക്സ് ആസ് എ സ്മോൾ ബിസിനസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ 2018-19 ഷോഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ₹90,000. അപ്പോൾ നമ്മൾ കണക്ക് തുടങ്ങേണ്ടത് ഈ 90,000 തുടങ്ങേണ്ടത്. ഫോർമാറ്റ് ഓൾറെഡി പറഞ്ഞു, നെറ്റ് പ്രോഫിറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഡ്രോയിങ്സ് ഡ്യൂറിംഗ് ദ ഇയർ ദാറ്റ് ₹2,000, പേയ്മെൻറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ബെയർ ചെക്ക് ₹21,000, GST ടാക്സ് പെയ്ഡ് ഓൺ 1/4/2019 ദാറ്റ് ഇസ് ₹5,000, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ₹8,000. കമ്പ്യൂട്ട് ഹിസ് ഇൻകം ഫ്രം ബിസിനസ്, പുള്ളിക്കാരൻ്റെ ബിസിനസ് ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് എക്സിൻ്റെ. അങ്ങനെയാണെങ്കിൽ ആൻസർ പ്രസൻറ്റേഷൻ നമ്മൾ ഏത് കണക്ക് നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്, ജസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഇട്ട് പോകാതെ ആൻസറിൻ്റെ അകത്ത് ഹെഡിങ് ആയിട്ട് കൊടുക്കണം. ദാറ്റ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ്.
അപ്പം ആർക്ക് നോക്കുമ്പോഴും പെട്ടെന്ന് അത് മനസ്സിലാവണം. ഓക്കെ, ഇന്ന കണക്കാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്, പെട്ടെന്ന് മനസ്സിലായി പോകണം. ജസ്റ്റ് നമ്പർ മാത്രം ഇട്ട് പോകരുത്. അപ്പോൾ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുക, കോളം വരയ്ക്കുക. ആദ്യം നമ്മൾ കണക്ക് തുടങ്ങിയത് നെറ്റ് പ്രോഫിറ്റ് 90,000 എന്ന് ഓൾറെഡി പറഞ്ഞു. ആഡ് എക്സ്പെൻസസ് ക്ലെയിം ബട്ട് നോട്ട് അലൗഡ്. നമ്മൾ ഈ ഒരു ഹെഡിങ് നേരത്തെ പറഞ്ഞാണ്. അതിന് നമ്മൾ ആ പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് 2 to 3 ടൈംസ് ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും ഇതൊക്കെ ഇന്ന ടോപ്പിക്സിൻ്റെ അകത്താണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെൻസസ് ക്ലെയിം ബട്ട് നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്, നമ്മൾ ഈ എക്സ്പെൻസിനെ ക്ലെയിം ചെയ്തു, പക്ഷെ നമുക്കിത് അലോ ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ബിസിനസ് ഇൻകത്തിനകത്ത് ഇതിനെ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഇത് ഈ ഒരു വകുപ്പിൽ വരുന്നതാണ്. ഡ്രോയിങ്സ്, അതുപോലെ പേയ്മെൻറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്, ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു പേയ്മെൻറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് ഇൻ ബെയറേജ്, അതുപോലെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ്, ഇതെല്ലാം എക്സ്പെൻസ് ക്ലെയിം ബട്ട് നോട്ട് അലൗഡ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് നമ്മൾ ഇതിനെല്ലാം ആഡ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ എക്സ്പെൻസ് ആയിരുന്നെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യുന്നതിന് കുറച്ച് കളയായിരുന്നു, പക്ഷെ നമ്മൾ ഇതിന് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. സോ ഇറ്റ് വിൽ ബിക്കം ദ പാർട്ട് ഓഫ് ഹിസ് ഇൻകം. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ ഇതിൻ്റെ പാർട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഇതിനെല്ലാം തിരിച്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു? 1,21,000 ഈ ഇൻകം ഫ്രം ബിസിനസ്. അപ്പോൾ ഈ എമൗണ്ടിൽ നിന്ന് മൊത്തത്തിൽ ഈ ഒരു എമൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മറിച്ച് ഈ പറയുന്ന വ്യക്തിക്ക് ഇതൊക്കെ എക്സ്പെൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ 31,000 രൂപ കുറയ്ക്കുമ്പോൾ ബാക്കി വരുന്ന കുറച്ച് എമൗണ്ട് മാത്രം ടാക്സ് അടച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ നമ്മുടെ ഗവൺമെൻറ് തന്നെ പറയുന്നുണ്ട് എല്ലാ എക്സ്പെൻസിനെ കയറി നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല, കുറച്ച് കഴിഞ്ഞാൽ ടാക്സ് കുറച്ച് അടച്ചാൽ മതിയല്ലോ. പക്ഷേ ചില എക്സ്പെൻസുകളെ മാത്രം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. എക്സ്പെൻസ് ആയിട്ട് ഈ ഒരു ഇൻകം ഫ്രം ബിസിനസ് എന്ന ഹെഡിൻ്റെ അകത്ത് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. ആ പറഞ്ഞ ഈ 3 ഐറ്റംസും ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്, തിരിച്ച് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മൊത്തം വരുന്ന എമൗണ്ടിൽ നിന്ന് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു ഐറ്റം ഇവിടെ മിസ്സിംഗ് അല്ലേ? ഏതാണ്? GST ടാക്സ് പെയ്ഡ് ഓൺ 1/4/2019, ദാറ്റ് ഈസ് ₹5,000 എന്നുള്ള സംഭവം പറയുന്നുണ്ട്. അതിവിടെ എടുത്തിട്ടില്ല. കാര്യം എന്താണ്? അലൗഡ് ആസ് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ബിഫോർ ദ ഡേറ്റ് ഓഫ് ഫയലിംഗ് ദ റിട്ടേൺ വിച്ച് ഇസ് 30 September 2019. അതിന് നമ്മൾ എന്താണ്, നമ്മൾ ഓൾറെഡി ടാക്സ് പേ ചെയ്തു, അതിന് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നമ്മൾ അത് എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് കണക്ക് നോക്കാം. ദാറ്റ് ഈസ് ഇലിസ്ട്രേഷൻ 11 ആണ്. മിസ്റ്റർ ബേബി ഈസ് ക്യാരിങ് എ റീറ്റെയിൽ ബിസിനസ്. ഹിസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് account during the previous year, that is 2018 to 2019, showed a net profit of ₹1 lakh after considering the following items. അപ്പോൾ ഇവിടുത്തെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ₹1 lakh ആണ്. അതുപോലെ കുറച്ച് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് പ്രൊവിഷൻ ഫോർ ടാക്സസ് 2,000, അഡ്വർടൈസ്മെന്റ് മെയ്ഡ് ഇൻ എ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി, ദാറ്റ് ഈസ് ₹3,000, ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിംഗ്സ് ബാങ്ക് അക്കൗണ്ട്, ദാറ്റ് ഈസ് ₹1,000, ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, ദാറ്റ് ഈസ് 8,000, എന്റർടൈൻമെന്റ് എക്സ്പെൻസ് പെയ്ഡ് ഇൻ ക്യാഷ് ആയിട്ടാണ് അടച്ചിരിക്കുന്നത് 10,000. അങ്ങനെയാണെങ്കിൽ ഇൻകം ഫ്രം ബിസിനസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെഡിങ് എഴുതുക, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം ഫ്രം ബിസിനസ് ആണ് നിങ്ങൾ ഇവിടെ എഴുതാൻ പോകുന്നത്. എന്നിട്ട് നെറ്റ് പ്രോഫിറ്റ്, എന്ത് കണക്ക് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതെപ്പോഴും ഒരു ക്ലിയർ കട്ടായിട്ട് ഒരു ഐഡിയ എപ്പോഴും ഉണ്ടായിരിക്കും. നെറ്റ് പ്രോഫിറ്റ് സ്റ്റാർട്ട് ചെയ്യണം, ദാറ്റ് ഈസ് 1 lakh. അതിൻ്റെ അകത്ത് ആഡ് എക്സ്പെൻസസ് ക്ലെയിം ബട്ട് നോട്ട് അലൗഡ്. എന്താണ്? നമ്മളിവിടെ കുറച്ച് ഐറ്റംസിനെ നമ്മൾ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട്, പക്ഷേ നമുക്ക് ഒരിക്കലും അത് എക്സ്പെൻസ് ആയിട്ട് അലോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സ്പെൻസിനെയൊക്കെ നമ്മൾ തിരിച്ച് ഈ നെറ്റ് പ്രോഫിറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കാര്യം ഇതെല്ലാം നമ്മുടെ ഇൻകം ആണ്. ജസ്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ തിരിച്ച് പ്രൊവിഷൻ ഫോർ ടാക്സിന് ആഡ് ചെയ്യുന്നു. അഡ്വർടൈസ്മെന്റ് മെയ്ഡ് ഇൻ എ മാഗസിൻ പബ്ലിഷ്ഡ് ബൈ എ പൊളിറ്റിക്കൽ പാർട്ടി, അത് ആഡ് ചെയ്യുന്നു. ഡൊണേഷൻ ടു പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, ഈ 3 ഐറ്റംസും കൂടെ ആഡ് ചെയ്ത് നമുക്ക് 13,000 കിട്ടി. അപ്പോൾ നമ്മൾ തിരിച്ച് അതിന് ആഡ് ചെയ്യുമ്പോൾ 1,30,000. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം ലെസ് ചെയ്യണം. കാര്യം എന്താണ്? ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ ആ എമൗണ്ട് എപ്പോഴും എന്താണ്? എക്സംപ്റ്റഡ് ഫ്രം ടാക്സ് ആണ്. ഇതിന് ടാക്സ് കൊടുക്കേണ്ട ഒരു ഇൻകം അല്ല അത്. അപ്പോൾ അതിന് നമ്മൾ 1,000 കുറയ്ക്കണം. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ നോട്ട്സ് കൊടുക്കണം, കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എപ്പോഴും നോട്ട് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്തിട്ട് നമ്മൾ എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം ഇതിനെല്ലാം മാർക്സ് ഉണ്ട്. അത് ചുമ്മാ ആഡും ലെസൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് മാർക്സ് കിട്ടത്തില്ല. ഒരു എക്സ്പ്ലനേഷൻ എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ അതൊക്കെയാണ് കൂടുതൽ മാർക്സ്. അങ്ങനെയാണ് 80-90 എബോ ഒക്കെ ഓരോരുത്തർ സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഈസ് എക്സെപ്റ്റ് ഫ്രം ടാക്സ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. സെക്കൻഡ്, നമ്മൾ ഒരു ഐറ്റം ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ, പക്ഷേ നമ്മളിത് ആൻസറിൽ മെൻഷൻ ചെയ്തിട്ടില്ല. കാര്യം എന്താണ്? എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് പെയ്ഡ് ഇൻ ക്യാഷ് അലൗഡ് അപ് ടു 10,000, 10,000 രൂപ വരെ ക്യാഷ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് ട്രാൻസാക്ഷൻസ് അല്ല, നമ്മൾ ക്യാഷ് ആയിട്ട് 10,000 കൊടുക്കുന്ന അതുവരെയുള്ള എമൗണ്ടിന് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് അത് ചെയ്യാം. സോ അതിനെ നമ്മൾ തിരിച്ച് ആഡ് ഒന്നും ചെയ്യേണ്ട. അപ്പം ആ ഒരു കാര്യം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അപ് ടു 10,000 എന്ന് പറയുന്ന എൻ്റർടൈൻമെൻറ്റ് എക്സ്പെൻസ് നമുക്ക് എപ്പോഴും അതിന് എക്സ്പെൻസ് ആയിട്ട് നമുക്ക് അലോ ചെയ്യാൻ പറ്റും. സോ ഇത് ഇത്രയാണ് നമ്മുടെ കണക്കെന്ന് പറയുന്നത്. സോ നമ്മളിവിടെ നമ്മൾ കമ്പ്യൂട്ടേഷനും ഡിപ്രിസിയേഷനും അതുപോലെ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറഞ്ഞ ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ പാർട്ട് 2 കാണുക. അതിൻ്റെ അകത്ത് ഇനി നമ്മൾ കണ്ടിന്യൂഷൻ ഉണ്ട്.
സോ താങ്ക് യു.